റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടെന്ന സൂചന. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. തിരുവനന്തപുരത്തെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് നിരവധി യുവാക്കൾ നിലവിൽ റഷ്യയിൽ അകപ്പെട്ടു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അഞ്ചുതെങ്ങ് മുതൽ പൂവാർ വരെയുള്ള മേഖലയിൽ നിന്ന് 20ഓളം യുവാക്കൾ റഷ്യയിൽ എത്തിയിട്ടുണ്ടെന്നും അവർ നിലവിൽ യുദ്ധമേഖലയിലാണെന്നും ലഭിക്കുന്ന വിവരമുണ്ട്. കാരണം ഈ CBI ആണ് ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. CBI നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലടക്കം ഈ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 20ഓളം യുവാക്കൾ നിലവിൽ റഷ്യയിൽ അകപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കേരളത്തിൽ നിന്ന് ആകെ 35ഓളം പേർ നിലവിൽ റഷ്യയിൽ പോയിട്ടുണ്ട് എന്നതും ലഭിക്കുന്ന വിവരമുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. സെക്യൂരിറ്റി ജോലി അടക്കമാണ് ഇവർക്ക് ആദ്യം നൽകുന്ന വാഗ്ദാനം. പക്ഷേ അവിടെ എത്തുമ്പോൾ ഇവരെ നേരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് യുദ്ധമേഖലയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ യുദ്ധത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഈ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട പുറത്ത് എത്തിയ ശേഷം വീട്ടുകാരുമായി ആശയവിനിമയം നടത്തുമ്പോഴാണ് നിലവിൽ കുടുംബമടക്കം തങ്ങളുടെ മക്കൾ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ കേന്ദ്ര ഏജൻസി ഇതിൽ അന്വേഷണം നടത്തുകയാണ്. ഈ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പ്രധാനമായും റിക്രൂട്ടിംഗ് നടത്തുന്നതെന്നാണ് CBIക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തീരദേശ മേഖലകളിൽ നിന്ന് യുവാക്കളെ കൊണ്ടുപോകുന്നതിനായി പ്രത്യേക സംഘമടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്കും ഷാർജയിൽ നിന്ന് നേരിട്ടുമാണ് യുവാക്കളെ റഷ്യയിൽ എത്തിക്കുന്നത്. അവിടെ ആയുധ പരിശീലനം അടക്കം നൽകിയ ശേഷമാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഈ യുവാക്കളെ എത്തിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പുറത്തു വന്ന വിവരപ്രകാരം അഞ്ചുതെങ്ങിൽ നിന്ന് 3 പേരും ഒപ്പം പൂവാറിൽ നിന്ന് ഒരാളുമാണ് ഈ റഷ്യയിൽ അകപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇവർ ആശയവിനിമയം നടത്തിയപ്പോഴാണ് ഈ 4 പേരുടെയും പേര് വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലല്ലാതെ തന്നെ നിരവധി പേർ ഇനിയും അകപ്പെട്ടു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ തന്നെ കണ്ടെത്തൽ. ഇതിൽ ഇവരുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി തന്നെ യുവാക്കളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് എന്തായാലും നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ CBI അടക്കം നേരിട്ട് തിരുവനന്തപുരത്തെത്തി പരിശോധന നടത്തുമെന്ന ഒരു വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. താങ്ക് യു MG പ്രതീഷ്.